Congress MLA Rahul is embroiled in controversy over allegations of sexual harassment and misconduct. Now, multiple women, including actress Rini George and writer Hani Bhaskaran, have accused him of sending inappropriate messages and making unwanted advances. Now, audio clips and chats, screenshots have surfaced allegedly featuring the MLA pressurizing a woman to have an abortion and has even accused him of sending explicit messages to other women. Now, Rahul has resigned from his position as Youth Congress State President but refuses to step down as the MLA. BJP has demanded Rahul's resignation as MLA, sparking protests and heated debates. Listen in. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ, പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പഠിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയില്ല. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം, അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. That issue already has come. Already our MLA has responded. Already he has resigned from Youth Congress presidentship. The person against whom there is no allegation or FIR in the police station, against whom there was no written complaint in our party office. But yes, this kind of allegation, when it comes, Congress party strongly stand on the moral ground. Morally, we think he has resigned from the Youth Congress post, the right thing he has done. ഞാൻ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നുമില്ല. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു DNA ആണ്. എക്സ്പ്ലോയിറ്റേഷൻ, അഴിമതി, ഈ ഡൈനസ്റ്റി പോളിറ്റിക്സ്, ഈ മൂന്നും അതിൻ്റെ ഒപ്പം ഭീകരരാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു DNA-യിലാണ്. അപ്പോൾ ഇന്ന് ഈ പുള്ളിക്കാരനാണ്, അതിനു മുമ്പ് വേറെ ആരായിരുന്നു? ഇത് ഇവരുടെ പാർട്ടീൻ്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു, പാർട്ടി പറയുന്നു. ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല, ഇത് സത്യമാണ്. പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, ഓക്കെ, അത് അവരുടെ ഇൻറ്റേർണൽ ഡിസിഷൻ. പക്ഷെ പാലക്കാട് ജനങ്ങൾക്ക് ഒരു അവകാശമാണ്, ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് MLA വേണം. അപ്പോൾ MLA പദ്ധതിയിൽ നിന്ന് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ നിർബന്ധമല്ല, പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്.